യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനേ, വഅബ്ദില്ലാഹ ലിമുറാദിഹി മിൻക ലാ ലിമുറാദിക മിൻഹു. ചില ആളുകൾ പറയും, എനിക്ക് അല്ലാഹു സമ്പത്ത് നൽകിയത് എൻ്റെ ഇബാദത്ത് കൊണ്ടാണ്, എൻ്റെ ബിസിനസ് നല്ല നിലക്ക് പോകുന്നത് ഞാൻ ചെയ്ത ഹജ്ജ് കൊണ്ടാണ്, ഉംറ കൊണ്ടാണ്. എനിക്ക് അല്ലാഹു സൗകര്യങ്ങൾ തന്നത് എന്നെ അല്ലാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അല്ലാഹു എങ്ങാനും ഒരു രോഗമോ ഒരു പരീക്ഷണമോ കൊടുത്താൽ അവർ അല്ലാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഓടും. അവരൊരിക്കലും പിന്നെ റബ്ബിലേക്ക് വരില്ല. വമിൻഹും മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. ചില ആളുകൾ തെല്ലിൽ നിന്നുകൊണ്ട്, വക്കിൽ നിന്ന്, എഡ്ജിൽ നിന്നുകൊണ്ടാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. കാര്യം നേടാൻ മാത്രം. എന്തെങ്കിലും ഒരു ആവശ്യം മുമ്പിലുണ്ടോ, നടുക്കടലിൽ പെട്ടു, ഫ്ലൈറ്റൊക്കെ ടർബുലൻസ് വരും, ഇങ്ങനെ എയർപോക്കറ്റിൽ പെട്ടു ആകെ നമ്മൾ വിചാരിക്കും പൊട്ടിപ്പൊളിഞ്ഞ് ചാടുന്ന്. ചാടലൊന്നുമില്ലേ, പോയിക്കൊണ്ടിരിക്കുന്ന സാധനം വീഴാറ് വളരെ കുറവാണ്. ഈ ലാൻഡ് ചെയ്യുമ്പോഴോ പൊങ്ങുമ്പോഴൊക്കെ എന്തെങ്കിലും സംഭവിക്കാറുള്ളൂ, സാധാരണ അങ്ങനെയാണ്. പക്ഷേ ഭയങ്കര കെലിമൊക്കെ കേൾക്കാം. യാ അല്ലാഹ്, അതുവരെ ഗെയിം കളിച്ചിരിക്കുക. കാരണം ഇതങ്ങ് ആടാൻ തുടങ്ങിയാൽ അതുവരെ സിനിമ കണ്ടോ മുഴുവൻ നിർത്തിച്ചിട്ട് പിന്നെ മുസാഫ് തപ്പിത്തരാ ആകാശത്തെ, അതുവരെ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാൽ അപ്പം അങ്ങോട്ട് തുടങ്ങും ചൊല്ലലും പിടിക്കലും. ഇത് വക്കത്ത് നിന്ന് ഇബാദത്ത് ചെയ്യാന്നതിന് പറയാം. വക്കിൽ നിൽക്കുകയാണ്, ഇങ്ങോട്ട് വീഴാന്നാണ് തുടങ്ങിയ അപ്പോൾ അവിടെ നിൽക്കും, വക്കിൽ നിൽക്കും. കുറച്ചേ ഒരു ചെയ്യുള്ളൂ. അവിടെ നിന്ന് വക്കിന്നങ്ങ് പോന്നാൽ പിന്നെ ഓരോരോ വഴിക്കങ്ങ് പോവുകയും ചെയ്യും. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അള്ളാഹിനെ പറ്റി ടെസ്റ്റ് ചെയ്യണ്ട. അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു. അള്ളാഹിന്റെ മുറാദ് അതാണ്. ആ മുറാദിന് വേണ്ടി ഞാൻ ഇബാദത്ത് ചെയ്യാൻ, എന്നല്ലാതെ എനിക്ക് അള്ളാഹിനത് കിട്ടേണ്ട ചില മുറാദുണ്ട്, അതിനു വേണ്ടിയല്ല ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. മുറാദ് ഉണ്ടെങ്കിൽ തീർച്ചയാക്കിക്കോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്തെന്നറിയോ, ആ മുറാദ് ഹാസിലായാലും ഇല്ലെങ്കിലും ഇബാദത്ത് മുടക്കാൻ പാടില്ല. ചിലർ അങ്ങനെയാ, എന്തെങ്കിലും ആവശ്യം, ഒരു രോഗമുണ്ട്, ആ രോഗം മാറിയ പിന്നെ ചൊല്ലാൻ പറഞ്ഞ് ദിക്റൊക്കെ അവിടെ ഇട്ടേച്ചു പോകും. ഇനി മതി, സംഗതി നടന്നല്ലോ, ഇനിയിപ്പോൾ എന്തിനാ. അങ്ങനെയല്ല. യാ ഹാദാ ഉഅ്ബുദില്ലാഹ ലിമുറാദിഹി മിൻക ലാ ലിമുറാദിക മിൻഹു. അള്ളാഹിന്റെ അടുത്ത് നിന്ന് വല്ലതും കിട്ടാനല്ല നീ ഇബാദത്ത് ചെയ്യുന്നത്, നിന്റെ ചില ലാഭങ്ങൾക്കല്ല. പിന്നെയോ, അള്ളാഹു എന്തിനാണോ നിന്നോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത് അതിനാണ് നീ ചെയ്യേണ്ടത് എന്ന് മഹാനവറുകൾ വിവരിക്കുകയാണ്.